ദൈവത്തിന് മഹത്വം. 2024 ആദ്യ ആഴ്ചയിൽ ഒരു ചെറിയൊരു ചിന്തയുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഒരവസരം തന്നതിന് നന്ദി പറയും. ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിച്ചതിന് 2024 പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരായുസ്സും കൂടെ തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു പാട്ടിൻ്റെ 4 വരി പാടാം. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കർത്താവ് ഈ കണ്ണിൻ മണി പോലെ നമ്മളെ ഓരോ ദിവസം കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. നമ്മളെ പ്രിയപ്പെട്ടവരും നമ്മൾ എന്നെ ചേർത്ത് നിർത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ മാറ്റിക്കളയുന്നാലും സ്വർഗത്തിലെ ദൈവം കണ്ണിൻ മണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്നൊരു ദൈവമാണ്. വന്മാരോട് നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. ഞാൻ നിങ്ങളുടെ മുൻപിൽ എൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എങ്കിലും ഒരു ചെറിയൊരു സാക്ഷ്യം പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം പറയുകയാണെങ്കിൽ 2012 ആ വർഷം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മാനസികമായി ശാരീരികമായി തകർന്ന് ഒരു ഡിപ്രഷൻ, ആ അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം പെട്ടെന്ന് മാറാനിടയായി തീർന്നു. അതെങ്ങനെ ആ അവസ്ഥ മറികടക്കുമെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അതുപോലത്തെ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. കാരണം എനിക്ക് അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, മനഃപൂർവ്വമായി ആരെയും ഞാനൊന്നും ചെയ്തിട്ടില്ല. കർത്താവേ, അറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉപവസിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മറ്റുള്ളവരെ കരുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് ദൈവത്തോട് ചോദ്യം മാത്രം ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ ഒന്നും ആ സമയത്ത് പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് 2 ആൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഇങ്ങനൊരവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് ഗൾഫിലായിരുന്നു. ശുശ്രൂഷയുടെ മധ്യത്തിൽ പോയിട്ടുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങൾ. എൻ്റെ മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണത്. ഇളയ മോന്, അവനും ചെറിയ ക്ലാസ്സിലാണ്, അവൻ ചെറിയ കുട്ടിയാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഈ അവസ്ഥയിലായിട്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനോ ഒന്നിനും എനിക്ക് പറ്റില്ലായിരുന്നു. തുണി കഴുകാനോ എൻ്റെ അവസ്ഥയാണ് ഞാൻ എല്ലാവരോടും പങ്കുവയ്ക്കുന്നത്. കാരണം ഇങ്ങനെ ആരെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിടുതൽ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കടന്നുപോയ വഴികൾ ഞാനിങ്ങനെ പറയുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്യില്ല, ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല. ഞാൻ കടന്നുപോയ അവസ്ഥ വളരെ ഭയങ്കരമായ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. എൻ്റെ ശരീരം ഭയങ്കര ചൂടാകുമായിരുന്നു. ഞാനിടുന്ന നൈറ്റി ബാത്റൂമിൽ കയറി പിഴിഞ്ഞിട്ട് അതോടെ എടുത്ത് ശരീരത്തിലിട്ടിട്ട് ഞാൻ ടൈൽസിട്ട തറയിൽ ഞാനിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല, ആരെയും കാണാൻ എനിക്കിഷ്ടമില്ല. ഒരു മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. വളരെ പരിതാപകരമായ അവസ്ഥ. എന്തുകൊണ്ട് കർത്താവേ എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരെല്ലാം എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഉപവാസത്തോടെയും കണ്ണുനീരോടെയും പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ പ്രാർത്ഥിച്ചു. അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് വിടുതൽ ഉണ്ടായ ഒരാൻറ്റി എന്നെ കാണാനായിട്ട് വന്നു.
ആൻറ്റി എന്നെ കാണാനായിട്ട് വന്ന സമയത്ത് ആൻറ്റി എൻ്റെ ഇത് കണ്ടിട്ട് ആൻറ്റി പേടിച്ചിറങ്ങി ഓടിപ്പോയി എൻ്റെ മുറിയിൽ നിന്ന്. കാരണം ഞാൻ എൻ്റെ 2 കവിളിലും കറുത്ത കുരുക്കൾ വന്ന് അതിങ്ങനെ അനുഭവത്തിലേക്ക് വല്ലാതെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത്. എന്നെ കണ്ടാൽ പേടിച്ചു പോകുമായിരുന്നു. കാരണം അതുപോലത്തെ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. മാനസികമായി തകർന്നൊരനുഭവം. 2-3 വട്ടം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ അതിൽ നിന്ന് വലിച്ചു മാറ്റുന്നത് പോലെ, അന്ന് ഞങ്ങൾ താന്നിക്കപ്പടി ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 3-ാം നില, ഫ്ലാറ്റിൻ്റെ 3-ാമത്തെ നിലയിൽ കയറി ഞാൻ ആത്മഹത്യക്ക് 3 വട്ടം ശ്രമിച്ചു, താഴോട്ട് ചാടാനായിട്ട്. എൻ്റെ പുറകിൽ നിന്ന് ആരോ എൻ്റെ നൈറ്റിയിൽ പിടിച്ചിങ്ങനെ വലിക്കുന്നത് പോലെ വലിച്ച് 3 വട്ടവും എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. അതുപോലെ ഞാനിങ്ങനെ ഡിപ്രഷനിലൊക്കെ ആയിട്ട് കാരിത്താസ് ആശുപത്രിയിൽ ഒരു 30 ദിവസത്തിലധികം ഞാൻ കിടന്നു. അവിടെ എനിക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു. മരുന്ന് കഴിച്ച് ഒരു മാനസിക രോഗിയല്ല എങ്കിലും ഒരു മാനസിക രോഗിയെ പോലെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സിംഹമല്ല സിംഹം എന്ന പോലെ എന്ന് പറഞ്ഞതുപോലെ ഒരു മാനസിക രോഗിയെ പോലെ ഞാൻ കാരിത്താസ് ആശുപത്രിയിൽ 30 ദിവസത്തിലധികം ഞാൻ കിടന്നു. ആ സമയത്ത് ഞാൻ 3 വട്ടം യൂറോപ്യൻ ക്ലോസറ്റ് തലയടിച്ച് ഞാൻ അവിടെ വീണു ബാത്റൂമിൽ. കാരണം ഈ മരുന്ന്, അവരെനിക്ക് തരുന്ന മരുന്ന് കഴിച്ചാൽ പിടിച്ചു നിൽക്കാൻ, നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ശരീരങ്ങളെല്ലാം കുഴഞ്ഞ് കൈകാലുകൾ കുഴഞ്ഞിങ്ങനെ പോകുന്ന അവസ്ഥയായിരുന്നു. ആ സമയത്ത് മരുന്ന് കഴിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കുമായിരുന്നു. 3-4 നേഴ്സുമാർ വന്ന് എന്നെ പിടിച്ചിരുത്തി, എൻ്റെ കൈയിൻ്റെ പിടിച്ചിരുത്തി എനിക്ക് വായിലേക്ക് ഗുളിയിട്ട് തരും, ഒപ്പം വെള്ളം ഒഴിച്ചു തരും. ഞാൻ എന്നാലും ഗുളിയ എൻ്റെ നാക്കിൻ്റെ അടിയിലൊക്കെ വെച്ച് ഞാൻ ബാത്റൂമിൽ തുപ്പിക്കളയുമായിരുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലായി ഞാൻ തുപ്പിക്കളയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടെ പിടിച്ച് ആ മരുന്ന് ഒരു ഇതിലിട്ട് പൊടിച്ച് എൻ്റെ കുറച്ച് വെള്ളത്തിൽ കലക്കി എൻ്റെ വായിലേക്ക് ഒഴിച്ചു തരുമായിരുന്നു. അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഒരു മുൻപോട്ട് വരാനായിട്ട് എനിക്ക് പറ്റത്തില്ല, ഇതോടെ ഞാൻ തകർന്നു, എനിക്കിനി ഞാൻ ഇനി പഴയതുപോലെ ആകത്തില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ അങ്ങനെ ചിന്തിച്ചു, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു, അങ്ങനെ ഞാൻ പോയി. പക്ഷേ സ്വർഗത്തിലെ ദൈവം എൻ്റെ ദൈവം പുറത്ത് കൊണ്ടുവന്നു. അവസ്ഥ പരിതാപകരമായ വല്ലാത്തൊരവസ്ഥ. അത് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിന് സമാധാനമില്ലാതെ വളരെ നിരാശയിൽ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിഷാദം, നിരാശ, ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ വളരെ പിന്നീടാണ് ഇതിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കർത്താവ് എന്നെ ഓരോ അനുഭവത്തിലൂടെ കടന്നു വരും. ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കണ്ടത്തിൽ ആൻറ്റി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സുഭാഷ് കുമരകം എന്ന് പറഞ്ഞ ദേവദാസനെ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാം പറഞ്ഞു കുഞ്ഞിന് ശുശ്രൂഷയുണ്ട്, ദേവദാസിക്ക് ശുശ്രൂഷയുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ശുശ്രൂഷയോ? ഞാനിങ്ങനെ മാനസികമായി തകർന്ന് ഒന്നിനും ഒരു സന്തോഷമില്ലാതെ ഇരിക്കുന്ന എനിക്ക് ശുശ്രൂഷയോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു. കർത്താവിൻ്റെ കർത്താവിൻ്റെ ദാസൻ എന്നോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, അന്നാൻറ്റി എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ദൈവം വലിയ ശുശ്രൂഷ വെച്ചിട്ടുണ്ട്, കർത്താവ് ഒരുക്കുന്നതാണ് അത്. എന്നാലും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു പ്രിയരെ. ആരും അങ്ങനെ കടന്നു പോകരുത്. ഞാൻ വിചാരിക്കാം ആരും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകരുത്. കാരണം അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണത് ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു ദൈവത്തിനും ഈ അവസ്ഥയിൽ നമ്മളെ വിടുവിക്കാൻ സാധ്യമല്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം ഈ ലോകത്തിൻ്റെ മക്കൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അവർ ഒരു മുഴം കയറിലോ അല്പം വിഷത്തിലോ അവർ ജീവിതം അവസാനിപ്പിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവമക്കളായ നമുക്ക് എന്തെങ്കിലും അവസ്ഥകൾ വന്നാൽ, ആരോ എന്നോട് ചോദിച്ചു, ഷീബ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ദൈവത്തോട് ഗുണം നടന്നിട്ട് ഷീബയ്ക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്കതിന് മറുപടി പറയാനില്ലായിരുന്നു. അതെന്തുകൊണ്ടെന്ന് എനിക്കും അറിയത്തില്ല. പിശാച് എന്നെ തകർത്ത് കളയാനായിട്ട് ശ്രമിച്ചതാ. കാരണം ഞാൻ പുറത്ത് വരരുത്. പുറത്ത് വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷേ പിശാചിന് ഭീഷണിയാണ്. അത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയാം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ, മോശയുടെ ജനനം. ആ കാലത്ത് ഫറവോൻ ഇസ്രായേൽ മക്കൾ പെരുകുന്നത് കണ്ട് ഫറവോൻ അസ്വസ്ഥതയുണ്ടായി, ഇസ്രായേൽ മക്കൾ വർദ്ധിക്കുന്നത് കണ്ട്. അപ്പോൾ ഫറവോൻ രാജാവ് പറയുന്നുണ്ട്, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം, ആൺകുട്ടികളെ കൊല്ലണമെന്ന്. ജനിച്ചു വീഴുന്ന ആൺകുട്ടികളാണെങ്കിൽ അതിനെ കൊല്ലണമെന്ന്. പക്ഷേ
മോശ ജനിച്ചിട്ട് ആ മോശ ജനിച്ചിട്ട് അവരുടെ അമ്മയും പെങ്ങളും 3 മാസം ഒളിപ്പിച്ച് വെച്ചു. അതിനുശേഷം നമുക്കറിയാം നൈൽ നദിയിൽ കൊണ്ടുവച്ചെന്നും ആ ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ എനിക്ക് ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ആലോചന എന്ന് പറഞ്ഞാൽ, ഫറവോൻ പറഞ്ഞു ആൺകുട്ടികളെ കൊല്ലണമെന്ന്. പക്ഷേ ആര് കൊല്ലണമെന്ന് പറഞ്ഞോ, ആര് തകർക്കണമെന്ന് പറഞ്ഞോ, ആ വ്യക്തിയുടെ മകളുടെ വളർത്തു മകനായി കൊട്ടാരത്തിൽ സകല സമൃദ്ധിയും അനുഭവിച്ച് ഒരു രാജകുമാരനെ പോലെ മോശ വളർന്നു. അങ്ങനെയാണ് നമ്മളെ ആര് തകർക്കാൻ ശ്രമിക്കുന്നോ, നമ്മളെ ആര് ഉടയ്ക്കാൻ ശ്രമിക്കുന്നോ, അവരുടെ മുൻപിൽ തന്നെ ദൈവം നമ്മളെ വളർത്തും. നാം നേരായി നടന്നാൽ മാത്രം മതി പ്രിയരെ, ദൈവം നമ്മളെ വളർത്തും. അതുപോലെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്, എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വാക്യമാണ്. ഹാമാനെ കുമ്പിടാത്തത് കൊണ്ട് മോർദേഖായിയുടെ അസ്വസ്ഥതയുണ്ടായി. പക്ഷേ ഹാമാൻ്റെ ഭാര്യ സേരസ് ഹാമാനോട് പറയുകയാണ്, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ലെന്ന്. പ്രിയരെ, അങ്ങനെയോ നമ്മളൊരു ദൈവമക്കളാണെങ്കിൽ ദുഷ്ടൻ്റെ തന്ത്രങ്ങൾക്കോ ആഭിചാര പ്രവൃത്തികൾക്കോ ഒന്നിനും നമ്മളെ ജയിക്കാനായിട്ട് സാധ്യമല്ല. എനിക്ക് വളരെ എന്നെ സ്പർശിച്ചൊരു വാക്യമാണ്, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കില്ലെന്ന്. സ്വന്തം ഭാര്യ പറയുക ഭർത്താവിനോട്, നീ അവനെ ജയിക്കത്തില്ലെന്ന്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവൾക്ക് കൊടുത്ത ദൈവം അവർക്ക് കൊടുത്തൊരു വെളിപ്പാട്. അതുപോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ സന്നിധി അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നത്. അപ്പോൾ ദൈവാത്മാവ് അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭക്തിയോടെ ജീവിക്കാൻ ആരാഗ്രഹിക്കുന്നോ അവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകും. പ്രിയരെ, ഉപദ്രവം ഒന്ന് ഓർത്തു, കഷ്ടതയല്ല കേട്ടോ, ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊന്നും ചെയ്യാതെ നമ്മളെ ഉപദ്രവിക്കുന്നത്, അതാ പിശാചിൻ്റെ പണി. നമ്മളെന്തെങ്കിലും പിശാചിനെ ആക്രമിച്ചിട്ടാണോ പിശാച് നമ്മളെ ഉപദ്രവിക്കുന്നത്? അല്ല, ഇവരെ എങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലെന്ന് പിശാചിന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അപ്രകാരം ആര് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നോ, ആര് നമ്മളെ ഉടയ്ക്കാൻ ശ്രമിക്കുന്നോ, അവരുടെ മുൻപിൽ ദൈവം നമ്മളെ വളർത്തും. നമ്മുടെ തലമുറയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ ആര് തകർക്കാൻ ശ്രമിക്കുന്നോ, നാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് വലിയ മറുപടി തരും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇയ്യോബ് ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു. എന്നിട്ടും എൻ്റെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവം അനുവദിച്ചു ചില കാര്യങ്ങൾ, പക്ഷേ അവൻ്റെ പ്രാണനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ 42-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി മടക്കി കൊടുത്ത നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടമായാൽ, സന്തോഷം നഷ്ടമായാൽ, നമ്മുടെ ജീവിതത്തിൽ എന്താ നഷ്ടപ്പെടുന്നത്, അതിൻ്റെ ഇരട്ടി മടക്കി തന്ന് മാനിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. പ്രിയരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഡിപ്രഷനിലൂടെ, മാനസികമായ അസ്വസ്ഥതകളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചാൽ മാത്രം മതി. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് പ്രാർത്ഥിക്കാനോ, ആ ഡിപ്രഷനിലെ അവസ്ഥയിലിരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നിനും സാധിച്ചെന്ന് വരില്ല. കാരണം ഞാൻ അനുഭവത്തിലൂടെ കടന്നു പോയതാണല്ലോ. ആ മാനസിക നില പ്രാർത്ഥിക്കാനോ ഭജനം വായിക്കാനോ ഒന്നും നമ്മളെ ഉത്സാഹിപ്പിക്കാത്ത ഒരവസ്ഥയാണത്. അതിലൂടെ കടന്നു പോയാൽ മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പോൾ മക്കൾക്കാ വന്നതെങ്കിൽ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, പ്രിയപ്പെട്ടവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഭർത്താവിനോ ഭാര്യയ്ക്കോ ഇങ്ങനത്തെ അവസ്ഥ വന്നാൽ കണ്ണുനീരോടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ വിടുവിക്കും. നാം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിക്കും. നാം ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും, ഏതവസ്ഥയിലൂടെ നാം തകർന്നു എന്ന് വിചാരിച്ചാലും, അവസ്ഥയിൽ നമ്മളെ പുറത്തു കൊണ്ടുവരും. പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ആയുധങ്ങളിൽ പ്രധാനപ്പെട്ട ആയുധമാണ് നിരാശ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിശാചിൻ്റെ വലിയ ആയുധമാണ്. നിരാശ കൊണ്ടിട്ട് നമ്മളെ ഉടച്ചു കളയാൻ, നമ്മളെ തകർത്ത് കളയാൻ, നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ മുൻപിൽ ദൈവസ്ഥനെ നാം മുട്ടുകുത്തിയാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിക്കും. എത്ര വലിയ ഡിപ്രഷനോ, എത്ര വലിയ നിരാശയോ, എത്ര വലിയ വിഷാദമോ എന്തോ നമ്മുടെ ജീവിതത്തിൽ വന്നാലും സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിക്കും. പ്രിയരെ, അതിന് ഉത്തമ സാക്ഷിയാണ് ഞാൻ അനുഭവിച്ചത്. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പോലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ പുറത്തു വരുമെന്ന്. പലരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇപ്പോൾ സംസാരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയല്ലോ അല്ലേ,
ഇപ്പോൾ അങ്ങനെ ആയല്ലോ അല്ലേ എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ വ്യക്തികളുണ്ട്. അവരെല്ലാം വിചാരിച്ചു ഞാൻ പുറത്തു വരികയില്ലെന്ന്. അവരങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷെ സ്വർഗത്തിൽ ദൈവം നമ്മളെ കണ്ടാൽ, നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മളെ കാണുന്ന ദൈവമാണ്. നമ്മൾ ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോയാലും, തീയിലൂടെയും വെള്ളത്തിലൂടെയും നാം നടന്നാലും, സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിക്കും, പരിപാലിക്കും, പുറത്തു കൊണ്ടുവരും. അതാണ് കണ്ണിൻമണി പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവമാ. ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും തള്ളിക്കളഞ്ഞാലും മാറോട് ചേർക്കുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ട് പ്രിയരെ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ഇങ്ങനെ അവസ്ഥയുടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇങ്ങനെ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം പുറത്ത് കൊണ്ടുവരും. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇതൊരു ചെറിയൊരു സാക്ഷ്യം മാത്രം. ക്രിസ്തീയ ജീവിതം അഭിനയമല്ല പ്രിയരെ, അനുഭവമാണ്. അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് സാധ്യമാകുള്ളൂ. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും, പക്ഷെ നമ്മളെ തകർക്കാനല്ല, ഉടയ്ക്കാനല്ല. നമുക്കറിയാം സ്വർഗത്തിലെ ദൈവം നമ്മെ പണിതെടുക്കാനാണ്, നല്ല ഒരു ഉത്തമ സാക്ഷിയായിട്ട് നമ്മളെ പണിതെടുക്കാനാണ്, പുറത്തു കൊണ്ടുവരാനാണ്. അനേകർക്ക് നമ്മളെ കൊണ്ടൊരു ആശ്വാസമാക്കി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു വർഷം നമ്മൾ ഈ പ്രതിസന്ധിയിലൂടെ കടക്കുന്നത്. എന്നോർത്ത് ആരും ഭാരപ്പെടേണ്ട പ്രിയരെ. ദൈവസന്നിധിയിൽ കൊടുക്കുക വിഷയങ്ങൾ. ദൈവം സമയമാകുമ്പോൾ നമ്മെ പുറത്ത് കൊണ്ടുവരും. ദൈവത്തിനൊരു സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മെ പുറത്ത് കൊണ്ടുവരും. അതുവരെ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച്, നമ്മളേതെല്ലാം അവസ്ഥയിൽ നമ്മളൊന്ന് മെരുക്കിയെടുക്കണം, അതെല്ലാം നമ്മളെ മെരുക്കി എടുത്ത് പതുക്കെ പുറത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ദൈവം വിടുവിക്കും. എത്ര വലിയ പ്രതിസന്ധിയും ദൈവം നമ്മെ വിടുവിക്കും. അത് ഈ വർഷത്തെ ആദ്യത്തെ ആഴ്ചയിൽ ഈ ചെറിയൊരു മെസ്സേജ് പറയാൻ സ്വർഗത്തിലെ ദൈവം അടിയനിടയാക്കി. ഇത് അനേകർക്ക് വിടുതലും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ, അടിയനെ കേൾക്കുന്ന ആരെങ്കിലും അടിയൻ പറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവരെ വിടുവിക്കണം. ഈ വർഷം വിടുതലിൻ്റെ വർഷമായി തീരട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരത്തിലോ വേദനയിലോ സങ്കടത്തിലോ ഡിപ്രഷനിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ സ്വർഗം അവരെ വിടുവിക്കണം. ഈ അനുഭവ സാക്ഷ്യം കർത്താവേ, അടിയൻ കടന്നുപോയ വഴികൾ അനേകർക്കൊരു വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരണം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മാനവും മഹത്വവും യേശുവപ്പച്ചന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.